നമ്മളോട് കർത്താവിൻ്റെ പീഡാസഹനത്തിൻ്റെ ഈ ദിവസം ഓർമ്മയാചരിക്കുന്ന ഈ ദിവസത്തിൽ നമ്മളോട് വചനം പങ്കുവയ്ക്കുവാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഇന്ത്യയിലും അതുപോലെ തന്നെ പുറത്തും ഒക്കെ വളരെ പ്രശസ്തനായ ബഹുമാനപ്പെട്ട തോമസ് പോൾ ബ്രദറാണ്. നിങ്ങളെല്ലാവരുടെയും പേരിലെ ബ്രദറിനെ ഞാൻ ഇവിടേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന് പ്രാർത്ഥനാശംസകളും നേർന്നുകൊള്ളുന്നു. സ്നേഹമുള്ളവരെയും, നമ്മളുടെ ഹൃദയം ഒരു വിധത്തിൽ ദുഃഖം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു സമയമാണിത്. രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ആ വലിയ ദുഃഖത്തിൻ്റെയും വേദനയുടെയും സംഭവം എന്തുകൊണ്ടാണ് ഇന്നും നമ്മളിലേക്ക് ദുഃഖവും വേദനയും പകരുന്നത്? അതിൻ്റെ പ്രധാന രഹസ്യം ഇതാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് നടന്നു കഴിഞ്ഞ ഒരു സംഭവമാണെങ്കിലും ആ സംഭവം കഴിഞ്ഞിട്ടില്ല. ഇത് വലിയൊരു രഹസ്യമാണ്. ഇത് എളുപ്പം മനസ്സിലാവുമെന്ന് അറിഞ്ഞുകൂടാ. നമ്മുടെ ആത്മീയതയുടെ ഏറ്റവും പ്രധാന രഹസ്യം ഇതാണ്. യേശു എന്തെല്ലാം പ്രവർത്തിച്ചോ, യേശുവിന് എന്തെല്ലാം സംഭവിച്ചോ, അതെല്ലാം ഒരിക്കൽ സംഭവിച്ചത് അനന്തതയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഇറ്റ് ഹാപ്പൻഡ് വൺസ് and entered into divine eternity. ആ ഡിവൈൻ എറ്റേണിറ്റി, അനന്തതയിലേക്ക് സംഭവിച്ച് കഴിഞ്ഞ ആ സംഭവത്തിൽ പ്രവർത്തിച്ച പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിപ്പിച്ചുകൊണ്ട്, ഈ ഉദാശയിൽ പ്രവർത്തിച്ചുകൊണ്ട്, സഭയിൽ പ്രവർത്തിച്ചുകൊണ്ട് ഇന്ന് ജീവിക്കുന്ന നമ്മളിൽ ആ സംഭവം അന്നത്തെ പോലെ തന്നെ അനുഭവപൂർണമാക്കുന്നു എന്നതാണ് ഇതിൻ്റെ രഹസ്യം. ബിക്കോസ് ജീസസ് ഈസ് എറ്റേണൽ. ഹിസ് വേർഡ്സ് ആർ എറ്റേണൽ. ഹിസ് ലൈഫ് ഈസ് എറ്റേണൽ. ഹിസ് പാഷൻ ഈസ് എറ്റേണൽ. His breath is eternal, the sense his spirit. അന്ന് ജീവിച്ച ആളുകൾക്ക് വേണ്ടിയല്ല, അഥവാ മാത്രമല്ല ഈശോ കുരിശിൽ ബലിയർപ്പിച്ചത്. ഈശോ കുരിശിൽ ബലിയർപ്പിച്ചത് എന്നും എക്കാലത്തേക്കും യുഗാന്ത്യം വരെയുള്ള മനുഷ്യവംശത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ജാതി മതസ്ഥർക്കും വേണ്ടിയാണത്. ഈശോ ബലിയർപ്പിച്ച സമയത്ത് ഒറ്റ ക്രിസ്ത്യാനിയും ഉണ്ടായിരുന്നില്ല എന്ന് ചിന്തിക്കണം. ഉണ്ടായിരുന്നു? ക്രിസ്ത്യാനി ഉണ്ടായിരുന്നില്ല. പിന്നെ ആർക്ക് വേണ്ടിയാണ് ഈശോ ബലിയർപ്പിച്ചത്? നമ്മളുടെ വിശ്വാസത്തിൻ്റെ പൂർണ്ണത ഇത് മനസ്സിലാക്കുന്നതിലാണ്. ഈശോ ബലിയർപ്പിച്ചപ്പോൾ ഒറ്റ ക്രിസ്ത്യാനി ഉണ്ടായിരുന്നില്ല. ക്രിസ്ത്യാനികൾ ഉണ്ടായത് പെന്തക്കോസ്ത കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞപ്പോഴാണ്. ഈശോ ബലിയർപ്പിച്ചപ്പോൾ ലോകം മുഴുവനും വേണ്ടിയുള്ള ബലിയാണ് ഈശോ അർപ്പിച്ചത്. ഹിന്ദുക്കളും
മുസ്ലിങ്ങളും പഞ്ചാബികളും ബുദ്ധിസ്റ്റും ISIS ആരും ഇവർക്കെല്ലാം വേണ്ടിയാണ് ഈശോ ബലിയർപ്പിച്ചത് എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോഴാണ് നമ്മൾ യേശുവിൽ വിശ്വസിക്കുന്നവരാകുന്നത്. ദുഃഖവെള്ളിയാഴ്ച ഇന്നത്തെ വായനകളിൽ നമ്മൾ ഇവിടെ ഇന്ന് കേൾക്കാൻ പോകുന്ന വായനകളിൽ പ്രധാന ഒരു വായന അബ്രാഹം അർപ്പിച്ച ബലിയാണ്. അബ്രാഹം തൻ്റെ മകനെ ബലിയർപ്പിക്കാൻ തയ്യാറായി. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് ചിന്തിക്കാം. ഈശോ ബലിയർപ്പിക്കുന്നത് മാതാവ് നോക്കി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. നമ്മൾ ഈ കേട്ട പാനയിലെല്ലാം ആ ദുഃഖത്തിൻ്റെ വിലാപത്തിൻ്റെ തരംഗമാണ്. ഇന്ന് മാതാവിൻ്റെ മംഗലവാർത്ത തിരുനാൾ കൂടിയാണ്. പക്ഷെ നമുക്കിന്ന് ദുഃഖവെള്ളിയാഴ്ചയാണല്ലോ പ്രധാനമായി നമ്മുടെ വിഷയം. നമ്മുടെ ജീവിതത്തിൽ ഈ ദുഃഖവെള്ളിയാഴ്ചയുമായിട്ട് എന്താണ് ബന്ധം? നമ്മുടെ ജീവിതത്തിൽ സാധാരണഗതിയിൽ നമ്മൾ ദുഃഖത്തെ ഒഴിവാക്കാനാണ് ശ്രമിക്കാറ്. പ്രശ്നങ്ങളെ ഒഴിവാക്കി സന്തോഷവും സമാധാനമുള്ള ഒരു ജീവിതത്തിലേക്കാണ് നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നത്. ലോകം മുഴുവനും അങ്ങനെയുള്ള ഒരാഗ്രഹത്തിലാണ്. എല്ലാവരും ഒരു പ്രശ്നമൊന്നുമില്ലാണ്ട് എല്ലാ പ്രശ്നങ്ങളും ഒഴിവാക്കി. പക്ഷെ അതല്ല വാസ്തവത്തിൽ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ശക്തി, കരുത്ത്. ക്രിസ്തീയ ജീവിതത്തിൻ്റെ കരുത്ത് ദുഃഖവെള്ളിയാഴ്ച അനുഭവത്തിൻ്റെ മധ്യത്തിൽ ഉള്ള ഒരു സമാധാനമാണ്. ദുഃഖവെള്ളിയാഴ്ചയെ ഒഴിവാക്കിക്കൊണ്ട് ഒരിക്കലും നമുക്ക് ഉയർപ്പിൻ്റെ അനുഭവം കിട്ടില്ല. ആത്യന്തികമായി നമ്മളൊരു വിശ്വാസി എന്നുള്ള നിലയിൽ ആ വിശ്വാസിയുടെ ജീവിതം, വിശ്വാസത്തിൻ്റെ കരുത്ത് എന്നത് കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന പരിശുദ്ധ മാതാവിൻ്റെ കരുത്താണ്. നമ്മൾ മക്കളും കുഞ്ഞുമക്കളുമുള്ള നമുക്ക് നമ്മുടെ മക്കളെ ആരെങ്കിലും ഒന്ന് അടിക്കണത് കണ്ടു നിൽക്കാൻ പറ്റുമോ? സ്കൂളിൽ തന്നെ ടീച്ചർമാർ കുട്ടീനെ അടിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ പോയിട്ട് ചോദിക്കും, എന്തിനാ എൻ്റെ കുട്ടിയെ അടിച്ചേ? നമ്മുടെ മക്കളെ വേദനിപ്പിക്കുന്നത്, മറ്റുള്ളവർ വേദനിപ്പിക്കുന്നത് നമുക്ക് കണ്ടു നിൽക്കാൻ സാധിക്കില്ല. അങ്ങനെയെങ്കിൽ കുരിശിൻ്റെ ചുവട്ടിൽ മാത്രമല്ല, ഈശോയുടെ പീഠാനുഭവം മുഴുവനും, കുരിശിൻ്റെ വഴിയിൽ ഈശോയെ ഇത്ര ക്രൂരമായി മർദ്ദിക്കുന്നതും കുരിശ് ചോപ്പിക്കുന്നതും ചാട്ടവാറുകൾ കൊണ്ട് അടിച്ച് വലിച്ചിഴച്ച് ഗാഗുൽത്തായിലേക്ക് കൊണ്ടുവന്ന് പരസ്യമായിട്ട് അവഹേളിച്ച് തുണി ഉലിഞ്ഞു മാറ്റി നഗ്നനാക്കി കുരിശിൽ ആണിയടിച്ച് കൊല്ലുന്നത് മുഴുവനും കണ്ടു നിന്ന പരിശുദ്ധ അമ്മ എങ്ങനെ ഇത് സാധിക്കുന്നു എന്നാണ്. നമ്മളൊരു വശത്ത് ദുഃഖം, ദുരിതവും ഒഴിവാക്കാൻ ചിന്തിക്കുന്ന ഒരു ചിന്താഗതിയും അത്തരത്തിലുള്ളൊരു വിശ്വാസവും, മാതാവിൻ്റെ കൊന്തയും വണക്കമാസവും എല്ലാം ചെല്ലുന്നു. എന്നാൽ മാതാവിൻ്റെ ആത്മീയതയുടെ ഏറ്റവും സ്ഥായിയായ ഘടകം ഇതാണ്. അന്നുച്ചയ്ക്ക് 12 മണി മുതൽ 3 മണി വരെ ഭൂമിയിലെങ്ങും അന്ധകാരമായിരുന്നു.
വലിയ കൊടുങ്കാറ്റ്, പാറ പിളർന്നു, പ്രേതാലയങ്ങൾ തുറന്നു, ഭൂമി കുലുങ്ങി. എന്നിട്ടും കുലുങ്ങാതെ നിന്ന അമ്മ. പരിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ എഴുതിയ ഒരു പ്രസിദ്ധമായ ചാക്രിക ലേഖനമാണ് റിഡംഡോറിസ് മാറ്റർ, രക്ഷകന്റെ അമ്മ എന്നത്. അത് ആരംഭിക്കുന്നത് തന്നെ ഇങ്ങനെയാണ്: വീരോചിതമായ വിശ്വാസത്തെ പകർന്നു തന്ന എ മോഡൽ ഓഫ് ട്രൂ ക്രിസ്ത്യൻ ഫെയ്ത്ത്. വിശ്വാസത്തിൻ്റെ യഥാർത്ഥ മോഡൽ. എന്താണ് ക്രിസ്തീയ വിശ്വാസം എന്നതിനൊരു മോഡൽ? അതാണ് പരിശുദ്ധ അമ്മ. ആ മോഡൽ, ആ സാമ്പിൾ, ആ പരിശുദ്ധ അമ്മയുടെ വീരോചിതമായ വിശ്വാസം, ഹീറോയിക് ഫെയ്ത്ത്, ആ വീരോചിതമായ വിശ്വാസത്തിൻ്റെ പ്രകടമായ, ഉദാത്തമായ, അത്യത്ഭുതകരമായ നിമിഷമായിരുന്നു കുരിശിൻ്റെ ചുവട്ടിൽ താൻ പാലൂട്ടി വളർത്തിയ മകനെ, 30 വർഷം ശുശ്രൂഷിച്ച് കൊണ്ടു നടന്ന മകനെ ഇതാ ജനങ്ങൾ അതിക്രൂരമായ രീതിയിൽ കൊല്ലുന്നത് കണ്ടിട്ടും പ്രതികരിക്കാതെ, പാറ പിളർന്നു, ഭൂമി കുലുങ്ങിയിട്ടും കുലുങ്ങാതെ നിന്ന അമ്മ. ഈ ആശയം വെച്ചുകൊണ്ട് ഞാൻ 1-2 ഗാനം പണ്ട് എഴുതിയിട്ടുള്ളതാണ്. ഒന്ന്, കുരിശിൽ നിന്നു ഞാനീ സ്വരം കേട്ടു, ഇതാണു നിന്റെ അമ്മ പ്രാണ. അതൊന്ന്. രണ്ടാമത്തെ ഒരു ഗാനം, കുരിശിൽ തൻ സുതൻ ജീവൻ വെടിഞ്ഞപ്പോൾ നട്ടുച്ചയ്ക്ക് സൂര്യനിരുണ്ടു, പാറ പിളർന്നു, ഭൂമി കുലുങ്ങി, കുലുങ്ങാതെ അമ്മയിതാ സുതനോടൊപ്പം. സ്നേഹമുള്ളവരെയും, ഈ ഒരു ശക്തിയാണ് ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്നത്. അതത്ര എളുപ്പമല്ല എന്ന് നമുക്കറിയാം. പക്ഷേ നമ്മൾ എളുപ്പമല്ലെങ്കിലും അതാണ് ദൈവം നമുക്കായി നൽകുന്നത്. ഈ ദുഃഖവെള്ളിയാഴ്ച, പ്രത്യേകിച്ച് മാതാവിൻ്റെ മംഗലവാർത്ത കൂടി തിരുനാൾ ആഘോഷിക്കുന്ന സമയത്ത്, മാതാവിൻ്റെ ആ കരുത്ത് എങ്ങനെ കിട്ടിയെന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കണം, നല്ലതാണ്. കാരണം നമ്മുടെ ജീവിതത്തിൽ കുരിശില്ലാത്ത ക്രിസ്ത്യാനി അല്ലല്ലോ നമ്മൾ. നമ്മളാരാ? ക്രിസ്ത്യാനിയാണ്. ക്രിസ്ത്യാനിയാണെങ്കിൽ അവൻ എന്തുണ്ടാകും? കുരിശുണ്ടാകും. അത് ഒഴിവാക്കുന്ന ഒരു മനോഭാവമല്ലായിരുന്നല്ലോ മാതാവിൻ്റെ. അതുവരെ രഹസ്യമായിട്ടിരുന്ന മാതാവ് കുരിശ് എടുത്തപ്പോൾ പരസ്യമായിട്ട് വന്നിരിക്കുകയാണ്. എന്തുകൊണ്ട് മാതാവിന് കരുത്തോടെ അവിടെ നിൽക്കാൻ പറ്റി? ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചിട്ട് ആരെങ്കിലും ഒന്ന് ഉത്തരം പറയാമോ? നമുക്കൊരു സംസാരിച്ചതിനെ വെച്ച് കുഴപ്പമില്ല. ഒന്ന് ചിന്തിച്ചിട്ട് ആരെങ്കിലും ഒന്ന് പറഞ്ഞേ, എന്തുകൊണ്ട് മാതാവിനെ അവരോടൊന്നും പ്രതികരിക്കാതെ? നിസ്സാര കാര്യമില്ല. നമ്മൾ മക്കളും കുഞ്ഞുമക്കളുള്ള നമ്മളെ മക്കളാരെങ്കിലും എന്തെങ്കിലും ചെയ്യണ കണ്ടു കഴിഞ്ഞാൽ നമ്മളവിടെ നിൽക്കും, ഇതേമാതിരി പറയും. എന്തുകൊണ്ട് മാതാവിനെ ഇതെല്ലാം കണ്ടിട്ട് കരുത്തോടെ അവിടെ നിൽക്കാൻ സാധിച്ചു? ആരെങ്കിലും
അതിനൊരു ഉത്തരം പറയാൻ ശ്രമിച്ചാൽ ഉത്തരം മുഴുവനായില്ലെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ചിന്ത ഈ ഒരു ഡയറക്ഷനിലേക്ക് പോകണം. അതാണ് ഈ തിരുനാളിൻ്റെ എല്ലാം ഉദ്ദേശം. നമ്മൾ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒഴിവാക്കാൻ ശ്രമിച്ചിട്ടും അത് ഒഴിവാവുന്നുണ്ടോ? ഒഴിവാവുന്നൊന്നുമില്ല. അത് കൂടനേ ഉള്ളൂ. ആരെങ്കിലും ഒന്ന് പറഞ്ഞേ, എന്തുകൊണ്ട് മാതാവിന് കരുത്തോടെ ഇതെല്ലാം കണ്ടു നിൽക്കാൻ സാധിച്ചു? ഒരു ഉത്തരം, നല്ലൊരു ഉത്തരമാണ്. ദൈവകൃപ നിറഞ്ഞവളായിരുന്നു. വെരി ഗുഡ്. ഇനി വേറെ എന്തെങ്കിലും ഉത്തരം? മാതാവിന് യേശുവിലും ദൈവത്തിലും പൂർണ്ണമായ വിശ്വാസം ഉണ്ടായിരുന്നു. വെരി ഗുഡ്. കണ്ടോ, നല്ല ഉത്തരങ്ങളാണ്. വെരി ഗുഡ്. ഇനിയും വേറെയും ഉത്തരങ്ങളുണ്ടാകാം. ഒന്നുകൂടി പറഞ്ഞേ. വെരി ഗുഡ്. നല്ല ഉത്തരമാണ്. സ്വർഗീയ പിതാവിൻ്റെ ഹിതം ആണ് ഇതെന്ന് അമ്മ തിരിച്ചറിഞ്ഞു. ഇനി വേറൊന്ന്. രക്ഷാകര പദ്ധതിയിൽ മാതാവിനും നല്ലൊരു പങ്കാളിത്തം ഉണ്ടായിരുന്നു. വെരി ഗുഡ്. മകന്റെ ദൗത്യം തിരിച്ചറിഞ്ഞു മാതാവ്. അവിടെ എന്താ പറഞ്ഞേ? ലോകത്തിന്റെ മുഴുവൻ പാപങ്ങൾക്ക് വേണ്ടി പരിഹാരം ചെയ്യുന്നതിനാണ് യേശു വന്നിരിക്കുന്നതെന്ന് മാതാവിന് അറിയാമായിരുന്നു. വെരി ഗുഡ്. ഇനിയും ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ഉത്തരം ഇതുവരെ വന്നിട്ടില്ല. പക്ഷെ ഈ ഉത്തരങ്ങളെല്ലാം വളരെ ശക്തമാണ്. ഒരു പ്രവചനം ഉണ്ടായിരുന്നു. വെരി ഗുഡ്. കണ്ടോ, പ്രൈസ് ദി ലോർഡ്. ഹൃദയത്തിൽ ഒരു വാള് കിടക്കും എന്ന് ശിമയോൻ അന്ന് പ്രവചിച്ചതായിരുന്നു. അത് സംഭവിച്ചു. ഇതെല്ലാം ശരി. പക്ഷെ ഈ സമയത്ത് മാതാവ് ഒരു മനുഷ്യ സ്ത്രീ ആണല്ലോ. ഒരു മനുഷ്യ സ്ത്രീ എങ്ങനെ ഇത് താങ്ങാൻ പറ്റണു എന്നുള്ളതാണ് ഒരു പോയിന്റ്. ആ ഡയറക്ഷനിലും കൂടി ഒന്ന് ചിന്തിച്ച്. ഇതെല്ലാം പെർഫെക്റ്റ്. ഇതെല്ലാം വളരെ സഹരക്ഷകയായിരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ കൃപയുണ്ടായിരുന്നു. ഇതാ കർത്താവിൻ്റെ ദാസി. അതൊക്കെ ശരിയായി. അപ്പോൾ ഈ ഉത്തരങ്ങളെല്ലാം ഭാഗികമായിട്ട് ശരി തന്നെ. പ്രൈസ് ദി ലോർഡ്. there you go. അതാണ് അതിൻ്റെ വേറൊരു ഉയർപ്പുണ്ടാകും എന്ന് ഉയർപ്പിൽ മാതാവ് വിശ്വസിച്ചിരുന്നു. ഉയർപ്പ് ഉണ്ടാകണമെങ്കിൽ, ഒരുവൻ ഉയർത്തെഴുന്നേൽക്കണമെങ്കിൽ അതിനു മുൻപ് എന്ത് സംഭവിക്കണം? മരിക്കണം. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ വളരെ പ്രധാന കാര്യങ്ങളാണെങ്കിൽ അതെല്ലാം വളരെ പ്രധാന കാര്യമാണ്. പക്ഷേ അതോ സമയത്ത് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ചാലക ശക്തി മാതാവിൽ, ഇതെല്ലാം താങ്ങാനുള്ള ശക്തി മാതാവിൽ, ആ കൃപ നിറഞ്ഞു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം മാതാവിൽ ഉയർപ്പിൻ്റെ ശക്തി മുൻകൂറായിട്ട് പ്രവർത്തിച്ചിരുന്നു. ഉയർക്കുന്നതിന് മുൻപ് തന്നെ, ഈശോ ഉയർക്കുന്നതിന് മുൻപ് തന്നെ. അതാണ് അമലോത്ഭവം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. മാതാവിൻ്റെ അമലോത്ഭവം എന്ന് പറയുന്നത് ഉത്ഥാനത്തിൻ്റെ ശക്തി പിന്നോട്ട് പോന്നു. അതായത് ഉത്ഥിതനായ കർത്താവിൻ്റെ ശക്തിയെ, യേശു ആൽഫായും ഒമേഗയുമാണ്. ആ ഉത്ഥിതനായ ശക്തിയെ ദൈവം മുൻകൂറായിട്ട് മാതാവ് അമ്മയുടെ ഗർഭത്തിൽ ഉരുവായ നിമിഷത്തിൽ മാതാവിൽ നൽകി. അതുമൂലം മാതാവിന് ഈശോ പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിക്കാൻ സാധിച്ചിരുന്നു. നമ്മൾ
ഈ ഉയർപ്പിൻ്റെ ഞായറാഴ്ചത്തെ വായനയിൽ കേൾക്കാൻ പോകുന്നെന്ന് അവൻ അരുളി ചെയ്തതുപോലെ ഉയർത്തെഴുന്നേറ്റു എന്നാണ്. നമ്മൾ സ്വർലോകരാജ്ഞ ആനന്ദിച്ചാലും എന്ന് പറഞ്ഞിട്ടെന്താ, അവൻ ഉയർത്തെഴുന്നേറ്റു എന്നതിൽ മാത്രമല്ല, അവൻ ഉയർത്തെഴുന്നേൽക്കും എന്നത് ആരാണ് പ്രഘോഷിച്ചിരുന്നത്? സങ്കീർത്തനങ്ങളിലും പ്രവാചക ഗ്രന്ഥങ്ങളിലും എല്ലാം പറയുന്നുണ്ടെങ്കിലും യേശു തന്നെ പറയാണ്, അവരെന്നെ കൊല്ലും, എന്നാൽ 3-ാം ദിവസം ഞാൻ ഉയർത്തെഴുന്നേക്കും. ഈ ദേവാലയം നിങ്ങൾ നശിപ്പിക്കുവിൻ, 3 ദിവസം കൊണ്ട് ഞാനത് പണിതുയർത്തും. ഓക്കെ, അത് നമുക്ക് പിന്നീട് ചിന്തിക്കാം. അപ്പോൾ ഈ ദുഃഖവെള്ളിയാഴ്ച ഇല്ലാതെ ഉയർപ്പില്ല. ഇതാണ് ക്രിസ്തീയ ജീവിതം. വിതൗട്ട് ഗുഡ് ഫ്രൈഡേ ദർ ഈസ് നോ ഈസ്റ്റർ. പക്ഷെ എന്തോ ഒരു ജ്ഞാനത്തിൻ്റെ വെളിപാടിൻ്റെ കുറവ് കൊണ്ട് ദുഃഖവെള്ളിയാഴ്ചയെ നമ്മളിങ്ങനെ തിരസ്കരിക്കുന്ന ഒരു ശൈലി നമ്മളിൽ ഉണ്ട്. ദുഃഖവും ദുരിതത്തിനെയും നമുക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ല. അത് വരുന്നതിന് മുമ്പേ തന്നെ അത് ഒഴിവാക്കാൻ ശ്രമിക്കുന്നു. ഇന്ന് നമ്മൾ ഈശോയുടെ ഈ പീഠാനുഭവത്തെ ഒഴിവാക്കാൻ ഈശോ ശ്രമിച്ചില്ല. അതൊഴിവാക്കാൻ ശ്രമിച്ച പത്രോസിനോട് പറയണം, അങ്ങനെയാണെങ്കിൽ ഭർത്താവ് അങ്ങോട്ട് പോകണ്ട ഇപ്പോൾ. അപ്പോൾ ഈശോ എന്താ പറഞ്ഞത് പത്രോസിനോട്? അതിനു മുമ്പ്, പത്രോസേ, നീ പാറയാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ പള്ളി പണിയും, നിന്റെക്ക് ഞാൻ ഈ സഭയുടെ താക്കോല് തരും. ഇതൊക്കെ പറഞ്ഞു. നീ അനുഗ്രഹീതനാണെന്നെല്ലാം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് ജെറുസലേമിലേക്ക് പോകണം, ഞാൻ പാപികളുടെ കരങ്ങളിൽ ഏൽപ്പിക്കപ്പെടും, അവർ എന്നെ പീഡിപ്പിക്കും, അവർ എന്നെ കൊല്ലും, എന്നാൽ 3-ാം ദിവസം ഞാൻ ഉയർത്തെഴുന്നേറ്റും എന്ന് പറഞ്ഞപ്പോൾ അത് മനസ്സിലായില്ല. അവരുടനെ പറഞ്ഞു, അയ്യോ അങ്ങനെയാണെങ്കിൽ അങ്ങ് പോകണ്ട. ഉടനെ ഈശോ പറയാണ്, സാത്താനെ പുറകേട്ട് മാറുക. പിന്നെ എന്താ പറഞ്ഞേ? അത് കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞ ഈശോ? അത് കഴിഞ്ഞിട്ട് പത്രോസിനോട് എന്താ പറഞ്ഞേ? ആരെങ്കിലും അത് പറഞ്ഞേ? കറക്റ്റ്. നിന്റെ ചിന്തകൾ മാനുഷികമാണ്. പിന്നെ മനുഷ്യനായ നമ്മൾ പിന്നെ എന്ത് ചിന്തിക്കണ്ടേ? അപ്പം അവിടെ വലിയൊരു പ്രിൻസിപ്പിളാണ്. മനുഷ്യരായ നമ്മൾക്ക് ദൈവത്തെ പോലെ ചിന്തിക്കാനുള്ള കഴിവ് തന്നിട്ടുണ്ടെന്ന്. അതാണ് പ്രത്യേകിച്ച് ജ്ഞാനസ്നാനമെല്ലാം കഴിഞ്ഞ നമ്മളുടെ അവസ്ഥ. നിന്റെ ചിന്ത മാനുഷികമാണ്, നീ ദൈവികമായി ചിന്തിക്കുന്നില്ല. നീ എനിക്ക് an obstruction ആണ്. യു ആർ an obstruction. നീ എനിക്ക് തടസ്സപ്പെടുത്തുന്നു. ഇനി നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മൾ ഈ ദുഃഖ ദുരിതങ്ങളെ ഒഴിവാക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യണേ? നമ്മൾ ദൈവത്തിൻ്റെ പ്രവർത്തനത്തിനെ തടസ്സപ്പെടുത്തണം. തടസ്സപ്പെടുത്തിയാലും ദൈവം പ്രവർത്തിക്കും. പക്ഷെ നമ്മൾക്കതിൻ്റെ വെളിവെന്ന് പറഞ്ഞാൽ നല്ല അർത്ഥത്തിലാണ് ഞാൻ പറയുന്നത്. വെളിവ് നമുക്ക് മനസ്സിൽ കിട്ടാത്തതുകൊണ്ട് നമ്മൾ ഉടനെ തന്നെ ദുഃഖ ദുരിതങ്ങളെ തടസ്സപ്പെടുത്തുന്നു. ഒരു നിമിഷം നമുക്ക് ഒന്ന് ചിന്തിക്കാം. കണ്ണടച്ച് ഈശോ നമ്മുടെ മുമ്പിൽ എഴുന്നള്ളിയിരിക്കുന്നുണ്ട്. ഈശോ ആഗ്രഹിക്കുന്നത് എന്താ നമ്മളിൽ നിന്ന്? യേശു നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്താണ്? പാട്ട് പാടാമോ? ഹലോ, നമ്മളെ ഈ പാട്ടൊന്ന് പാടിയാൽ നല്ലതാ. യേശുവിൻ്റെ പിന്നാലെ എന്നുള്ള ഗാനം നമുക്കൊന്ന് മുട്ടുകുത്തിയിട്ട്, നമ്മൾ ഈ യേശുവിൻ്റെ പിന്നാലെ ആണ് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. അത് ഒന്നുകൂടി നമ്മളങ്ങ് പുതുക്കുക. നമ്മൾ ദുഃഖ ദുരിതങ്ങളെ ഒന്നും ഒഴിവാക്കുവാൻ തീരുമാനിക്കുകയല്ല, മറിച്ച് അതിനെ സ്വീകരിക്കാൻ തീരുമാനിക്കുകയാണ്.
ഈ ഗാനം ആലപിക്കുമ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഗാനമാണ്. അത് ഇന്ന് വളരെ വ്യക്തിപരമായ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദുഃഖദുരിതങ്ങളെ തിരസ്കരിക്കാതെ അതിന് വലിയ അർത്ഥമുണ്ടെന്നും അത് യേശുവിൻ്റെ കുരിശിനോട് ചേർക്കുമ്പോൾ മാത്രമേ നമുക്ക് ഉത്ഥാനത്തിൻ്റെ പൂർണ്ണ അനുഭവം ഉണ്ടാകുകയുള്ളൂ എന്നും ആ മാതാവിനോടൊപ്പം നമുക്ക് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലെ എല്ലാ കുരിശുകളെയും സ്വീകരിച്ചുകൊണ്ട് ദൈവം അറിയാതെ നമുക്കൊന്നും സംഭവിക്കില്ല എന്ന ബോധ്യത്തിൽ നമുക്ക് പാടാം. യേശുവിന്റെ പിന്നാലെ ഞാൻ പോകുവാൻ ആത്മാവിൽ തീരുമാനം ചെയ്തു. യേശുവിന്റെ പിന്നാലെ ഞാൻ പോകുവാൻ ആത്മാവിൽ തീരുമാനം ചെയ്തു. പിന്നിലേക്കില്ലൽപ്പം എന്റെ കൂടെ ആരുമില്ല എങ്കിലും ഞാൻ തീരുമാനം പിന്നിലേക്കില്ലൽപ്പവും എന്റെ കൂടെ ആരുമില്ല എങ്കിലും ഞാൻ നീങ്ങിടും തീരുമാനം ചെയ്തു കൈ വിരിച്ചു പിടിച്ചുകൊണ്ട്, കൈ ഇങ്ങനെ വിരിച്ചു പിടിച്ചുകൊണ്ട് കുരിശിൽ പിടയുന്ന ഈശോയുടെ ആ കുരിശിലെ വേദനയെ നമ്മൾ ഒന്ന് ഉൾക്കൊണ്ടുകൊണ്ട് അതോടൊപ്പം നമ്മുടെ ജീവിതത്തിലെ കുരിശുകളെ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും പാടാം. യേശുവിന്റെ പിന്നാലെ ഞാൻ പോകുവാൻ ആത്മാവിൽ തീരുമാനം ചെയ്തുവെങ്കിൽ പിന്നിലേക്കില്ലൽപ്പവും യേശുവിന്റെ പിന്നാലെ ഞാൻ പോകുവാൻ ആത്മാവിൽ തീരുമാനം ചെയ്തു പിന്നിലേക്കില്ലൽപ്പവും. നമ്മുടെ ജീവിതത്തിലെ എല്ലാ വേദനകളും ദൈവം അറിഞ്ഞുകൊണ്ടാണ് വിശ്വസിക്കുക.
താങ്ക് യു. നമുക്കിരിക്കാം. ഒരിക്കൽ എൻ്റെ ജീവിതത്തിൽ വളരെയധികം ഒരു ഭയാനകമായ വേദന ഉണ്ടായ സമയത്ത് ഈശോ എനിക്കിങ്ങനെ പ്രത്യക്ഷപ്പെട്ട പോലെ ഞാൻ കാണുകയാണ്. കണ്ടിട്ട് പറഞ്ഞത് ഇതാണ്: മകനെ, ദുഃഖ വെള്ളിയാഴ്ച ഇല്ലാതെ ഉയർപ്പുണ്ടാകുമോ? ആ ഒറ്റ വാക്ക് പിന്നെ കണ്ടില്ല. അതോടുകൂടി ജീവിതകാലം മുഴുവനിലേക്കും ഒരു സമ്മാനം പോലെ ആ വചനം എനിക്ക് ശക്തി നൽകാൻ തുടങ്ങി. എല്ലാ ദിവസവും ഈ വചനം എനിക്ക് ശക്തി നൽകാൻ തുടങ്ങി. ദുഃഖ വെള്ളിയാഴ്ച ഇല്ലാതെ ഉയർപ്പില്ല. അപ്പോൾ ഉയർപ്പ് നമ്മൾക്ക് ജീവിതത്തിൽ അനുഭവമാകണമെങ്കിൽ, അതാണ് നമ്മൾ കുർബാനയിലെല്ലാം കർത്താവേ, അങ്ങ് സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവരുമാണ്. അതുപോലെ തന്നെ സർവജ്ഞനായ ഭരണകർത്താവും അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനീയനായ പരിപാലകനും സകല നന്മകളുടെയും സകല സൗഭാഗ്യങ്ങളുടെയും ഉറവിടവുമായ ദൈവമേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം ഞങ്ങളെ അനുഗ്രഹിക്കണേ. അങ്ങയുടെ സ്വഭാവം എന്താ? ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും തിരസ്കരിക്കുന്നത് അവിടുത്തെ സ്വഭാവമാണോ? അല്ലല്ലോ. നമ്മൾ ഈ കരുണയുടെ വർഷത്തിൽ പ്രത്യേകിച്ച് ഇവിടെ വന്നപ്പോൾ തന്നെ ഞാൻ കണ്ടത് ഇത് കരുണയുടെ ദേവാലയമാണ്. നമ്മൾ കരുണ എന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ സാധാരണ പറയാതെ ദിവ്യകാരുണ്യം എന്നാ പറയാം. ദിവ്യകാരുണ്യം എന്ന് പറഞ്ഞാൽ സാധാരണ കരുണയല്ല, ഡിവൈൻ മേഴ്സി. വാസ്തവത്തിൽ പരിശുദ്ധ പിതാവ് ഇതിനെക്കുറിച്ച് ഒരുപാട് പഠിപ്പിക്കുന്നു. പ്രമാണരേഖകളും എല്ലാം എഴുതിയിട്ടുണ്ടെങ്കിലും, കരുണയുടെ കവാടങ്ങൾ തുറന്നിട്ടുണ്ടെങ്കിലും അത് മനസ്സിലാക്കാൻ അത്ര എളുപ്പമല്ലെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ കാലഘട്ടം മുഴുവനും ഈ 2000 വർഷമായിട്ടും മനസ്സിലാക്കാൻ ഇനിയും നമ്മൾക്ക് പറ്റാത്ത ഒരു കാര്യമാണ് കരുണ. അതിൽ 1-2 വാക്കുകൾ, അത് വാസ്തവത്തിൽ ദൈവത്തിൻ്റെ കരുണയെ ഒരു വാക്കുകൊണ്ടും നിർവചിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രധാന വിഷയം. നമ്മൾ അധികവും വാക്കുകൾ കൊണ്ട് കാര്യങ്ങളെ അവതരിപ്പിക്കാൻ നോക്കിയാണ്. പക്ഷേ കരുണയെ വാക്കുകൊണ്ട് അവതരിപ്പിക്കാൻ പറ്റില്ല. എങ്കിലും നിലവിലുള്ള വാക്കുകളുടെ തന്നെ അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ നല്ലതാണ്. ഈ കരുണ എന്ന് മലയാളത്തിൽ പറയുമ്പോൾ ഒട്ടും മനസ്സിലാവില്ല. മനസ്സിലാക്കാൻ കുറച്ചെങ്കിലും സാധിക്കുകയാണെങ്കിൽ പ്രസിഡന്റിന് ദയായാചന ഒപ്പുവെക്കണതിനെ കുറിച്ച് മനസ്സിലാക്കിയാൽ മതി. അതായത് ഒരു കൊലപാതകി, അയാൾ കൊലപാതകം ചെയ്ത കുറ്റത്തിന് അയാളെ വിധിച്ചിരിക്കുന്നു. അയാളെ വിധിച്ചിരിക്കുന്നത് വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്നു. ആ വിധി മാറ്റാൻ പല കോടതിയിലും അപ്പീൽ പോയിട്ടും സുപ്രീം കോടതി വരെ പോയിട്ടും നിയമപ്രകാരം അയാളെ
അയാൾ ചെയ്ത കൊലപാതകത്തെ പ്രതി അയാളെ വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്നു. ഇനി അയാൾക്ക് എന്ത് ചെയ്യാം? ഇനി ഒരേ ഒരു വഴിയുള്ളത് എന്താണ്? കരുണയ്ക്ക് വേണ്ടി ദയായാചന പെറ്റീഷൻ കൊടുക്കാം. കണ്ടോ? അപ്പോൾ ഈ ദയ, കരുണ കോടതിയിൽ വല്ലയിടത്തും കിട്ടിയോ? കോടതിയിൽ ദയായും കരുണയും കിട്ടില്ല. അതായത് നിയമത്തിന് ദയയില്ല. നിയമം എന്ന് പറയുന്നത് ശിക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. നിയമം ലംഘിക്കുന്നവൻ ശിക്ഷിക്കപ്പെടും. നിയമം ലംഘിക്കുന്നവൻ ശിക്ഷിക്കപ്പെടും. അങ്ങനെ ഇത്തിരി കൊണ്ട് ഇങ്ങോട്ട് അടുപ്പിച്ച് വെച്ചോ, ഇത്തിരി പൊക്കി വെച്ചോ. നിയമം ലംഘിക്കുന്നവൻ ശിക്ഷിക്കപ്പെടും. അങ്ങനെ സുപ്രീം കോടതി വരെയുള്ള അത്രയും 5-10 വർഷം എടുത്തു. പല അപ്പീൽ പോയിട്ടും ശിക്ഷയാണ്. ദയായാചനയിൽ ഇയാൾ എഴുതി, എനിക്ക് ഭാര്യയും 4 മക്കളും ഉള്ളതാണ്. എന്നെ കൊന്നുകളഞ്ഞാൽ പിന്നെ എൻ്റെ ഈ മക്കളെ ഭാര്യയ്ക്കും വേറെ ആരുമില്ല. അതുകൊണ്ട് എന്നോട് കരുണ കാണിക്കണം. ശരിയാണ്, ഞാൻ തെറ്റ് ചെയ്തു. ആ തെറ്റിന് ശിക്ഷ കിട്ടാൻ ഞാൻ അർഹനാണ്. എങ്കിലും എന്നെ ശിക്ഷിക്കരുത്. ശിക്ഷ കിട്ടാൻ ഞാൻ അർഹനാണ്, എങ്കിലും എന്നെ ശിക്ഷിക്കരുത്. അതുകൊണ്ട് ദയ കാണിക്കണം. കണ്ടോ? അപ്പൊ എന്താണ് ദയ? അതുകൊണ്ട് കരുണ കാണിക്കണം. അങ്ങനെ ഇന്ത്യൻ നിയമത്തിൽ കരുണ കാണിക്കുന്നതിനെ കുറിച്ചുമുള്ള ചില കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്.